ഇന്ന് ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ 7ാമത്തെ നാമമായിട്ടുള്ള ചതുർബാഹു സമന്വിത എന്ന ആ നാമത്തിൻ്റെ അർത്ഥത്തിലേക്കാണ് കടക്കുന്നത്. എന്തുകൊണ്ടാണ് സാക്ഷാൽ പരാശക്തിയായിട്ടുള്ള ജഗദംബയെ ചതുർബാഹു സമന്വിത എന്ന് പറയാൻ കാരണം, 4 കൈകളോട് കൂടിയ എന്ന് വിളിക്കാൻ കാരണം എന്താണ്? നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയോ? ഈ കൈകൾ എന്തിനാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. നമ്മളെന്തിനാ? ഭക്ഷണം കഴിക്കാനാണെന്ന് പല ആൾക്കാരും പറയാം. ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, നമ്മുടെ നേർക്ക് ഒരാൾ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അത് തടയാനും വേണ്ടി വന്നാൽ തിരിച്ചതേപോലെ പ്രതികരിക്കാനും കഴിവുള്ളതാണ് നമ്മുടെ കരങ്ങൾ, ശക്തിയുള്ളതാണ്. നമ്മളങ്ങനെ പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഒരു കാലത്ത് നമ്മളെ പലരും അടിമകളാക്കി വെച്ചത്. അത് മാറണം. നമ്മൾ ആ പരാശക്തിയുടെ ഭാവം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ചിന്തിക്കണം. അപ്പോൾ അത്യാവശ്യം നമുക്ക് എതിർക്കാനും അതുപോലെ തന്നെ ദുരിതമനുഭവിക്കുന്നവരെ നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കാനും ആ പരാശക്തിക്ക് കഴിയുന്നുണ്ട്. സജ്ജനങ്ങളായ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ് അവർക്ക് ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കുന്നതും ആ പരാശക്തി തന്നെയാണ്. അപ്പോൾ ഭക്തനെ ആപത്തിൽ നിന്നും സംരക്ഷിക്കുകയും അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുകയും അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ 4 കൈകളല്ല, ശരിക്കും പറഞ്ഞാൽ ദേവിക്ക് 1000 കൈകളാണെന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണ്? കാരണം അത്രയേറെ കാര്യങ്ങളാണ് ഒരു ഭക്തർക്ക് വേണ്ടിയിട്ട് ആ അമ്മ ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മയെ നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് പ്രതിഷ്ഠിക്കുക ചെയ്യുന്നത്. ആ അമ്മ തന്നെയാണ്, ഈ അമ്മയുടെ മുഖമാണ് എൻ്റെ മുഖത്തുള്ളത്, അമ്മയുടെ കരങ്ങളാണ് എൻ്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്, അമ്മയുടെ ശക്തിയാണ് എന്ന ചിന്ത നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ ചതുർബാഹു എന്ന് പറയും. പക്ഷെ നമ്മൾക്കിപ്പം നിലവിൽ 2 കൈകളേ ഉള്ളൂ. പക്ഷെ അമ്മയെ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രതിഷ്ഠിച്ച് കഴിഞ്ഞാൽ 4 കൈകളുണ്ട്. എന്തുകൊണ്ടറിയാം? അപകടം വരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തടയാൻ മാത്രമല്ല, നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഒരപകടം വരുമ്പോൾ നമുക്ക് തടയാൻ ആ കൈകൾക്ക് പറ്റും. അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് പറ്റും. അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാൻ നമ്മൾക്ക് പറ്റും. അതുപോലെ അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവരെ സ്വാന്തനിപ്പിക്കാനും നമുക്ക് പറ്റും. 4 കരങ്ങൾ നമ്മുടെ മനസ്സാണ് ഇവിടെ. ഈ നല്ല മനസ്സുകൾ നമുക്കുണ്ടാകുന്നു. അതെന്തുകൊണ്ടാണ്? ആ പരാശക്തിയെ ഇത്തരത്തിൽ സ്തുതിച്ച് നമ്മളിൽ കുടിയിരുത്തുമ്പോൾ ആ നല്ലൊരു മനസ്സിന് ഉടമയാകാൻ നമുക്ക് കഴിയണം. അങ്ങനെ നല്ല മനസ്സിന് ഉടമയായിട്ട് ആ സാക്ഷാൽ പരാശക്തി എൻ്റെ ഉള്ളിലുണ്ടെന്ന ചിന്തയോടുകൂടി വേണം നമ്മൾ ഇത്തരം മന്ത്രങ്ങൾ ജപിക്കാൻ വേണ്ടിയിട്ട്. 1000 നാമങ്ങൾ എന്ന് പറഞ്ഞാൽ 1000 അമൃതാണ്. ഓരോന്നും ശ്രദ്ധാപൂർവം നമ്മൾ ജീവിതത്തിൽ പകർത്തുക.